മൂന്നാമത്തെ ദിവസവും വല്ലതിനെയും കാണാൻ വേണ്ടി നട്ടുച്ച വെയിലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നിനെയും കാണൂലെന്നറിയാം, എന്നാലും വെറുതെ റൂമിലിരിക്കാൻ മടിച്ചിട്ട് നമ്മുടെ ബാവലി എന്ന് പറഞ്ഞിട്ട് കാട്ടിക്കുളമ്പത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തൊരു പോകുന്ന സ്ഥലമുണ്ട് ബാവലി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അത് കർണാടകമാണ്, ബോർഡറാണ്. നമുക്ക് അവിടെ നിന്നാണ് ബാംഗ്ലൂരൊക്കെ നമ്മുടെ ബസ്സൊക്കെ പോകുന്നത്. കാട്ടിക്കുളം വഴി മൈസൂർ ബാംഗ്ലൂർ പോകുന്നതൊക്കെ ആ റൂട്ടാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അതുവരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. അവിടെ നിന്ന് എവിടെയെങ്കിലും ഫുഡും കഴിക്കാം. ഞാനെടുത്ത് എന്ത് ചെയ്യും പൊളി സൂപ്പർ എരിവ് പുളിപ്പ് മധുരം ഹെവി. നമുക്ക് ഊണ് കഴിക്കാനായിട്ട് കുറുവ ഐലൻഡ് തിരിയുന്നിടത്ത് ഒരു നാടൻ ഊണ് കിട്ടുന്ന കടയുണ്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് പറഞ്ഞ് റിസോർട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് കഴിക്കാൻ. അങ്ങനെ വന്നതാണ്. നമ്മൾ വ്ളോഗ് എടുക്കുന്ന കണ്ടപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവച്ചിരുന്നതാണ് മീൻ, ഫിഷൊക്കെ ഉണ്ടോ, ഫിഷ്, ചിക്കൻ എല്ലാം ഉണ്ട്. പക്ഷേ ഈ ബീഫ് നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇതാണ് ഇതിൻ്റെ ഉത്തരവാദി, ഈ കടയുടെ ഓണറാണ്. സന്ദീപ് കൊള്ളാം, കൂടാ കഴിച്ചു തുടങ്ങിയോ? പുളിയിഞ്ചി പൊന്ന് ഗായ്സ്, ഈ ബീഫ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ടേസ്റ്റ്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കുന്ന ആ ഒരു ബീഫിൻ്റെ അതേ ടേസ്റ്റ്. ഈ ഒരൊറ്റ പ്ലേറ്റ് മതി നമുക്ക് 2 പാത്രം നിറയെ ചോറുമായി. നല്ല ഇതായിരുന്നു ബീഫ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ബീഫ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ബീഫ് ഹെവി. നമ്മൾ അവിടുന്ന് കഴിച്ച് നല്ല പെരുമാറ്റം. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതല്ല, എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ഈ വയനാട്, കോഴിക്കോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുടെ പെരുമാറ്റം വളരെ വളരെ മാന്യതയും വളരെ ബഹുമാനം നിറഞ്ഞതാണ്. കാരണം അവർക്കൊരു ദാർഷ്ട്യതയില്ല, ഒരു ആജ്ഞാസ്വരമല്ല അവർക്ക്. അവർ പറയുന്നതിനെല്ലാം ഒരു അപേക്ഷാസ്വരമുണ്ട്. അപ്പോൾ അതൊരു വലിയ നല്ലൊരു ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ എത്രത്തോളം വലുതായാലും, നമ്മൾ ഏത് റേഞ്ചിലുള്ള ആളായാലും, മറ്റുള്ള ആൾക്കാരോട് നമ്മളൊരു, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വണ്ടി നമ്മുടെ കുറുകെ കിടക്കുന്നു, വണ്ടി ഒന്നെടുത്ത് മാറ്റും എന്ന് പറയുന്നതും വണ്ടി എടുത്ത് മാറ്റും എന്ന് പറയുന്നത് രണ്ട് ടോണല്ലേ. അപ്പോൾ അത് ഈ രണ്ടാമത് പറഞ്ഞ ആ ഒരു ദാർഷ്ട്യം എന്ന് പറഞ്ഞ ടോണാണ് ചിലപ്പം പല അടികൾക്കും വഴക്കിനും എല്ലാം കാരണമാവണേ. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഇവർക്കുണ്ട്. അതായത് വളരെ മാന്യമായിട്ടുള്ള സംസാരമാണ്, ബഹുമാനം തരുന്നുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. എനിവേ, താങ്ക് യു. ഈ വീഡിയോ നമുക്ക് വിളമ്പി തന്ന ചേട്ടൻ കാണുകയാണെങ്കിൽ ഒരുപാട് നന്ദി. നമ്മളൊരു ട്രൈബൽ മ്യൂസിയത്ത് വന്നേക്കാണ്, കുറുവ ഐലൻഡിൻ്റെ അടുത്ത്.
രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്തു, ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി നേരെ കോഴിക്കോട് പോവുകയാണ്. കോഴിക്കോട് പോയിട്ട് നാളെ നമ്മുടെ ട്രെയിൻ ട്രിവാൻഡ്രത്തേക്കുള്ള. അപ്പോൾ ഇന്ന് കോഴിക്കോട് തങ്ങിയിട്ട് ഈ വണ്ടി ഇന്ന് കൊടുക്കണം. രാവിലെ അവർക്ക് നമ്മൾ ഈ വണ്ടി എടുത്ത സമയത്ത് ഡ്രോപ്പ് ഓഫ് ടൈം പറയാൻ വിട്ടുപോയി. അപ്പോൾ രാവിലെ ഒരു 12-1 മണിക്കകത്ത് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞ് രാവിലെ വിളിച്ചിരുന്നു. മാക്സിമം പെട്ടെന്ന് കൊണ്ട് എത്തണം, ഒരു 3-3:30 എത്തണം. മണി ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 മണി ആവാറായി. അത്രയും ഒരു ധൃതി പിടിച്ചുള്ള ഒരു പോക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ കോഴിക്കോട് ചെന്നിട്ട് ഇന്ന് അവിടെ സ്റ്റേ ആണ്. കോഴിക്കോട് പോയി ഈ വണ്ടി കൊടുത്തിട്ട് കാണാം. രാവിലെ അവിടെ ചെക്കൗട്ട് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ, ഓക്കെ. അങ്ങനെ നമ്മൾ കോഴിക്കോടെത്തി. വയനാട്ടിൽ നിന്നൊരു 130 കിലോമീറ്റർ 120 കിലോമീറ്റർ സഞ്ചരിച്ച് കോഴിക്കോട് ഗോകുലം ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ഇപ്പോൾ നമ്മളിവിടെ വരുന്നത് ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു, നോമ്പ് സമയം ആയതുകൊണ്ട് ഒരുപാട് തിരക്കില്ലായിരുന്നു. പെട്ടെന്ന് എത്തി. എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറിനകത്ത് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു, ഇവിടെ റൂം എടുത്തു, എല്ലാം ഓക്കെയാണ്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേരളത്തിൽ നിങ്ങളിങ്ങനെ ദൂരെ എവിടെയെങ്കിലും പോയിട്ട് ഒരു വണ്ടി റെൻറ്റിന് എടുക്കുകയാണെങ്കിലും വളരെ ശ്രദ്ധിക്കുക. ഞാൻ EVM വീൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും വണ്ടി റെൻറ്റിന് എടുത്തു. ഞങ്ങൾ 6-ാം തീയതി ഞങ്ങൾ 2-ാം തീയതി എടുത്തിട്ട് ഇന്ന് 5-ാം തീയതി കൊടുക്കുന്ന കണക്കിനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് രാവിലെ അവിടെ നിന്ന് കിട്ടി, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടി. തിരിച്ച് കൊടുക്കേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഓടിയെത്താനായിട്ട് എന്തായാലും ഒരു 3-4 മണി ആവും. അപ്പോൾ അതിനകത്ത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, നമ്മൾ രാവിലെ 11 മണിക്ക് തിരിച്ച് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ബുക്കിംഗ് ചെയ്തത് ഞാനല്ല, അക്ഷയാണ്. അപ്പം അത് ഓർത്തില്ല. ഓക്കെ, അപ്പം 11 മണി എന്നുള്ളത് നമുക്കൊരു 1 മണിക്കൂർ 12 മണി വയ്ക്കാം. രാവിലെ അവരൊന്ന് വിളിച്ചിട്ടിപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ വരാൻ ലേറ്റാവും, നമ്മൾ ഇവിടെ തിരുനെല്ലി നിൽക്കുകയാണ്, ഇവിടുന്ന് അതുവരെ വരേണ്ട സമയം എടുക്കും, എങ്ങനെയായാലും ഒരു 6 മണിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവർക്ക് വേറെ ബുക്കിംഗ് ഉണ്ട്, അതെങ്ങനെയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു 4 മണിക്കകത്ത് എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എത്തിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ കൂടെയുള്ള സന്ദീപിന് വയ്യ, അവന് ഈ ചുരമൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ അവന് ഭയങ്കര തലവേദനയും വോമിറ്റ് ചെയ്തു, അങ്ങനെ ആകെ പ്രശ്നമായി. എന്നിട്ട് ഞാൻ ഇവർ 80 കിലോമീറ്റർ സ്പീഡിലപ്പുറം ആ വണ്ടി പോകാൻ പറ്റില്ല. പിന്നെ ഈ നമ്മുടെ റോഡിൽ ആ സ്പീഡേ പറ്റുള്ളൂ, അത് വേറൊരു കാര്യം. മാത്രമല്ല അത് കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ പോയിട്ട് നമ്മളിവിടെ എത്തിയത് 3:30 മണിക്ക് എത്തിച്ചു. 3:30 മണിക്ക് എത്തിച്ചപ്പോൾ ആ കൊണ്ടുവന്ന ആ ഒരു ഡ്രൈവർ വളരെ റൂഡായിട്ടാണ് സംസാരിച്ചത്. അയാൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാരെ ജോലിക്ക് വയ്ക്കുമ്പം കമ്പനികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കാണ് അതിൻ്റെ പേരുദോഷം വരുന്നത്. ഇവന്മാരെ കാരണം സൂരജ് എന്നാണ് അയാളുടെ പേര്. EVM വീൽസിൽ കോഴിക്കോട് വണ്ടി പിന്നെ എടുത്തിട്ട് പോകാനായിട്ട് വന്ന ആളാണ്. അയാൾ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണ്ടായിസം. അയാൾ പറഞ്ഞ് 2 മിനിറ്റ് പോലും വേണ്ടെന്ന് അയാൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പിടിക്കാൻ. അപ്പം വെറുതെ തർക്കിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ടൗൺ ACP ഓഫീസിൽ കംപ്ലൈൻ്റ് ആക്കി. അങ്ങനെ അവിടെ വിളിച്ചു വരുത്തി. അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ന്യായമായിട്ട് ഇപ്പം നമുക്ക് നമ്മൾ ലേറ്റായില്ല, നമ്മൾ 4 മണി പറഞ്ഞതിന് 3:30 എത്തി, എന്നാലും ഈ 11 മണി മുതൽ 3:30 മണി വരെയുള്ള പൈസ എന്താണെങ്കിലും നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചത് 9,000 രൂപ എക്സ്ട്രാ കൊടുക്കണം. അതായത് ഓൾറെഡി നമുക്ക് 6,000 രൂപ അവർ തരാനുണ്ട് ഡെപ്പോസിറ്റ്. 1,000 രൂപ ഫാസ്റ്റാഗിൻ്റെ 5 രൂപ ഡെപ്പോസിറ്റ്. അതും പിന്നെ ഒരു 9,000 രൂപയും കൂടെ കൊടുക്കണം. എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന ആൾ വേറെ വണ്ടിയിൽ പോയി, അവിടെ വയനാട് പോയി. ഇനി ഇവർക്ക് ഇവിടുന്ന് വണ്ടിക്ക് ഡീസൽ അടിച്ച് ഇവിടുന്ന് ഒരു ആൾ അവിടെ പോയി കൊടുക്കണം വണ്ടി എന്നൊക്കെ ഇവർ എൻ്റെ അടുത്ത് ന്യായം പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. അത് ഞങ്ങൾ വേറെ അറിഞ്ഞു. ഈ പറഞ്ഞ ആൾ വേറെ വണ്ടി ഇവർ കൊടുത്തു. ഇവർ തന്നെ വേറൊരു വണ്ടി കൊടുത്തു, അവരതും കൊണ്ടുപോയി. അപ്പോൾ നമ്മളെ ഡെപ്പോസിറ്റ് തുക തിരിച്ച് തരാതിരിക്കാനും പുറമേ കുറച്ച് കാശും കൂടെ എടുക്കാനും വേണ്ടി അവർ ഒരു നല്ലവണ്ണം നമ്മളെടുത്ത് കളിക്കാൻ നോക്കി. നമ്മളത് നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ച് അതിനൊരു കോംപ്രമൈസ് ചെയ്തു. കോംപ്രമൈസ് മീൻസ് 2,000 രൂപ അവർക്ക് ഫ്യൂൽ എക്സ്പെൻസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അവർ 90 കിലോമീറ്റർ ഓടേണ്ട ഫ്യൂൽ ആക്കി നമ്മൾ തിരിച്ചു കൊടുത്തപ്പോൾ 250 കിലോമീറ്റർ ഓടുന്ന ഫ്യൂലാണ് നമ്മൾ കൊടുത്തത്. പുറമേ 2,000 രൂപയും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ 6,000 രൂപ അവിടെ നിൽപ്പുമുണ്ട്. വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ അത് കോംപ്രമൈസ് ചെയ്ത് തീർത്തു വിട്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയെങ്കിലും നിങ്ങൾ ഒരു വണ്ടി റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഡ്രോപ്പ് ഓഫ് എത്ര മണിക്കാണ് എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്തേക്കണം. അഥവാ നിങ്ങൾ നേരത്തെ അത് ചെയ്യാൻ മറന്നുപോയാലും നേരത്തെ വിളിച്ച് പറയുക. ഇപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് കാശ് കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, കാശ് ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷേ അയാളുടെ പെരുമാറ്റമാണ് പ്രശ്നം. അത് കമ്പനി EVM വീൽസിൻ്റെ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ഥാപനത്തിന് പേരുദോഷം വരുന്ന കണക്കിന് ഇതുപോലുള്ള സ്റ്റാഫുകളെ വച്ച് പൊറപ്പിക്കരുത്. അത് നിങ്ങൾക്ക് ദോഷമാണ്.
അപ്പോൾ ഞാൻ വളരെ ഇനി ആരെയും പറ്റിക്കരുത്, ഇതുപോലെ പറ്റിക്കപ്പെടരുത്. ഡെപ്പോസിറ്റ് പൈസ തരില്ല, 9,000 കൂടെ തന്നേ അവർ വണ്ടി എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ ഭീഷണിയായിരുന്നു അയാളുടെ ഇത് റെക്കോർഡിങ് സെൻറ്ററിലുണ്ട്, ഞാൻ തരുന്നില്ല. എന്തായാലും ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മുട്ടായിത്തെരുവിലോട്ടൊന്ന് പോകുന്നു. കോഴിക്കോട് ഞാൻ ഇതുവരെ ഒന്ന് കറങ്ങിയിട്ടില്ല. കോഴിക്കോടൊന്ന് കറങ്ങി നോക്കിയിട്ട് നാളെ വൈകുന്നേരം 9:30 നമുക്ക് ട്രെയിൻ. ആ ട്രെയിനിൽ ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോകും. അപ്പോൾ ഇനി വണ്ടി റെൻറ്റിന് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഡ്രോപ്പ് ഓഫ് ടൈമും കൂടെ മെൻഷൻ ചെയ്തിട്ട് വേണം റെൻറ്റിന് എടുക്കാൻ. നോർമലി അവരുടെ ഇത് 11 മണിയാണ്. ആ 11 മണി വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. 11 മണിയല്ല, നിങ്ങൾ വരുന്നത് ഏത് സമയത്താണോ ആ സമയം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി മുട്ടായിത്തെരുവിലോട്ട്.